ഇന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗ്രീൻ ബീൻസ് കറിയും ചപ്പാത്തിയായിരുന്നു കേട്ടോ. രണ്ട് ഉമ്മമാരും കൂടെ ഉണ്ടാക്കിയതാണ്. ചപ്പാത്തി എന്നും ഉണ്ടാക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല നൈസ് ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തി പിന്നെ എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ ഫുള്ള് റെസ്റ്റ് ആണെങ്കിൽ പോലും എനിക്ക് ചെറിയ നടുവേദനയും കാലുവേദനയൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ വല്ലാണ്ട് പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇവർ തന്നെയാണ് എല്ലാ ജോലികളും ചെയ്യാറ്. കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും എല്ലാവരും രണ്ടുപേരും കൂടെ അങ്ങ് ചെയ്യും. ഉച്ചക്കത്തേക്ക് കറിക്ക് മീൻ വാങ്ങിക്കാൻ പോകണം കേട്ടോ. ഷിനാജ് രാവിലെ എണീറ്റിട്ട് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നിട്ടാണ് ആൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. ഉമ്മ അവിടെ മുറ്റം അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഷിനാജ മീനും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മത്തിയാണ് കേട്ടോ ഇന്ന് കിട്ടിയത്. എനിക്ക് മത്തി മുളകിട്ടത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മത്തി വാങ്ങിപ്പിച്ചതാണ്. പക്ഷേ കിട്ടിയ മത്തി ചീഞ്ഞതായിപ്പോയി. പിന്നെ തൽക്കാലം മുട്ട പൊരിച്ച് അതുമായിട്ട് അങ്ങ് ചോറ് കഴിക്കാമെന്ന് ഓർത്ത്. വെട്ടുമ്പോൾ തന്നെ എൻ്റെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു മീൻ കൊള്ളത്തില്ല, ചെറുതായിട്ടൊന്ന് ചീഞ്ഞതാന്ന്. ഓരോ കറികൾക്കും കോമ്പിനേഷനായിട്ട് ഓരോ ഐറ്റംസ് കാണുമല്ലോ, അങ്ങനെ കൂട്ടി കഴിക്കാനായിട്ട് എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ മത്തി മുളകിട്ടതും വെണ്ടയ്ക്ക മെഴുക്കും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞാൻ കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞു കൊടുത്ത് ഉമ്മ തന്നെ വേഗം മീൻകറിയും വെണ്ടയ്ക്ക മെഴുക്കൊക്കെ ആക്കി ഉച്ചക്ക് അങ്ങനെ ഞങ്ങൾ ചോറ് കഴിക്കുവാണ്. മീൻകറിയും വെണ്ടയ്ക്കായും മാത്രമല്ല കേട്ടോ, ചമ്മന്തിയും അച്ചാറും പിന്നെ മീൻമുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ ചിരിക്കുന്നത് വേറൊന്നുമല്ല, എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ ഞാൻ ഫോൺ കൊടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ അറിയത്തില്ല കേട്ടോ. ഞാൻ ഓണാക്കിയാൻ ചോദിക്കുമ്പോൾ ഓണാക്കിയെന്നും പറയുന്നുണ്ട്, ഓണാക്കിയില്ലെന്നും പറയുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ടാണ് ഞാൻ ഈ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. മീൻകറിയുടെ റെസിപ്പി ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട്, എന്തായാലും താഴെ ടാഗ് ചെയ്തേക്കാം.